ഹലോ അസ്സലാമു അലൈക്കും. സിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കറി. 1 കിലോ ചെമ്മീനാണിത്. സവാള 4 സവാള പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാകുമ്പം അതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെമ്മീനിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കണം. ചെമ്മീനിലിടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും പുളിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പുളി ഇതിൽ നല്ലോണം ഉടച്ചിട്ട് ചെമ്മീനിലേക്ക് ഒഴിച്ച് വെക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചെമ്മീനിലേക്ക് ഇട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ സവാള പേസ്റ്റ് കുറച്ച് ഗോൾഡൻ കളർ ആവുന്നുണ്ട്. നല്ല ഗോൾഡൻ കളറായി നല്ല മണം വന്ന് അപ്പം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു 4 വലിയ തക്കാളി പേസ്റ്റാക്കി എടുക്കണം. ഉള്ളീൻ്റെ എല്ലാം നല്ല മണം വന്നപ്പം നമുക്ക് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ പച്ചമണമെല്ലാം മാറി തക്കാളിയെല്ലാം നല്ല മണം വന്ന് അപ്പോൾ നമുക്ക് ആദ്യം പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഇടേണ്ടത് മല്ലിപ്പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി. മല്ലിപ്പൊടി ആദ്യം ഇടണം. കാരണം വെച്ചാൽ മല്ലിപ്പൊടിൻ്റെ ഒരു കുത്തലുണ്ട്, എന്തോ ഒരു മണം. ആ മണം മാറി കിട്ടണമെങ്കിൽ നന്നായിട്ട് ഇളക്കി ആ പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ ചെമ്മീനിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇതിലിടണ്ട. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. എല്ലാം വഴന്ന് വന്ന് ഇനി ചെമ്മീൻ പുളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ചെമ്മീൻ ഇട്ട് കൊടുക്കുക. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളമെല്ലാം ഒഴിച്ച് ഇനി ഒരു അരമണിക്കൂർ ചെമ്മീൻ വേവുന്ന സമയം കുറച്ച് കുറുകി വരാൻ നിൽക്കുക. അപ്പം നമ്മളെ ചെമ്മീൻ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കണം. അപ്പം ചെമ്മീൻ കറി റെഡിയായി. ചെമ്മീൻ കറിക്ക് വേണ്ടിയുള്ള പത്തലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.